നമ്മുടെ സ്കൂളുകൾ മാത്രമല്ലെന്നേ, സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ഒരു 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 ജീവനക്കാരി രാത്രി ആശുപത്രിയിലായി. അപ്പോൾ ഈ പഴയ കെട്ടിടങ്ങൾ നമ്മുടെ ഒരു ഭാഗമായിരിക്കുന്നു. പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ, പൊളിച്ചു കളയേണ്ട സംവിധാനങ്ങൾ, ഇത് അനാസ്ഥയുടെ വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. ഒരു കൂട്ടർക്ക് പറ്റിയ അനാസ്ഥയല്ല, സ്കൂൾ അധികൃതർക്ക് അറിയാം. ഒന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ നിയമപരമായുള്ള ചട്ടലംഘനങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ പോലും ഇതിങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് കുട്ടികൾ പോകരുതെന്ന് പറയണ്ടേ? അതിനവിടെ ഒരു നിർദ്ദേശം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിഞ്ചുറാണി പറയുന്ന പോലെ വലിഞ്ഞു കയറി ആ കുട്ടി പോയി മരിക്കുകയല്ല, സ്വയം മരിക്കുകയല്ല. ഇതൊക്കെ പറയുന്നതിൽ കുറച്ചു വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരും. ആരുടെയും കുഴപ്പമല്ല അത്രേ, ടീച്ചർമാർക്കും കുഴപ്പമില്ല, സ്കൂളിനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ആ കുട്ടി അങ്ങ് മരിക്കാൻ അങ്ങ് പോയതാണ്. ഇതാണ് ഒരു പൊതു സമീപനം. ഇനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത പ്രൊപ്പഗാൻഡ തുടങ്ങും. ഇത് സർക്കാർ സംവിധാനത്തെ ആകെ കരുതേച്ച് കാണിക്കാനുള്ള പ്രതികരണമാണ് എന്ന രൂപത്തിൽ ഇതിങ്ങനെ പറഞ്ഞു വരും. ഇനിയിപ്പോൾ സമരങ്ങളുണ്ട്, തെരുവിലാകെ സമരങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കഴിഞ്ഞാൽ ആ സമരം അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അതോടെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പാഠമാകുമെന്ന് ചോദിച്ചാൽ പാഠമൊന്നും ആകില്ല. നഷ്ടപ്പെടാനുള്ളവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും ദയനീയമായ സാഹചര്യം.